മക്കളെ, നമ്മുടെ ക്രിസ്മസ് പരീക്ഷ ആണെങ്കിലും ഓണപരീക്ഷയിൽ നിന്ന് അത്യാവശ്യം വെയിറ്റേജിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ഇമ്പോർട്ടന്റ് ഫിഗേഴ്സ് ഒന്നും നമുക്ക് ഒഴിവാക്കി വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ സെൽസ് ഇൻഡിക്കേറ്റഡ് ആസ് 1 and 2. ഹൗ ഡസ് ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ഇൻ കൺട്രോൾ ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ? ഹോർമോൺ ആക്ട് അപ്പോൺ ഓൺലി ടാർഗറ്റ് സെൽ വൈ. അല്ലെ, നമ്മൾ ഇൻസുലിൻ പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ 1, 2 സൂചിപ്പിച്ചിരുന്ന കോശങ്ങൾ ഏതാണെന്ന് അറിയണം. ആൻഡ് ഒന്നിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടാതെ നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്നും നമ്മൾ പറയണം. ആൻഡ് എന്തുകൊണ്ടാണ് ഹോർമോൺ ലക്ഷ്യകോശത്തിൽ എത്തി പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ മിസ് പറഞ്ഞുതരാം. ഇവിടെ 1, 2 എന്ന് പറയുന്നത് ഒന്നാമത്തേത് നമ്മുടെ ആൽഫ സെൽസ് അല്ലെങ്കിൽ ആൽഫ കോശങ്ങളാണ്. 2 എന്ന് പറയുന്നത് നമ്മുടെ ബീറ്റ കോശങ്ങളാണ്. ഇനി എങ്ങനെയാണ് ഈ 1 പ്രവർത്തിക്കുന്നത് അല്ലെ? ആൽഫ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കഗോൺ ആണ്. ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യുന്നു? ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുന്നു? അവിടേക്ക് കൊണ്ടുവരുന്നു. ആൻഡ് സിന്തസൈസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ് ആൻഡ് ഗ്ലൂക്കോസ് ലെവൽ റൈസസ്. അപ്പം സ്റ്റോർ ചെയ്ത് വെച്ച ഗ്ലൂക്കോസിനെ നമ്മുടെ രക്തത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവലിൽ കൂട്ടാനാണ് ആര് സഹായിക്കുന്നത്? നമ്മുടെ ഗ്ലൂക്കഗോൺ സഹായിക്കുന്നത്. അപ്പം ഗ്ലൂക്കോസിനെ അമിനോ ആസിഡുകളിൽ നിന്ന് നിർമ്മിക്കാനും അതുപോലെ തന്നെ അതിന്റെ അളവ് കൂട്ടാനും സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഇനി ഈച്ച് ഹോർമോൺ ആക്ട് അപ്പോൺ ഓൺലി ദോസ് സെൽ ദാറ്റ് ആർ സ്പെസിഫിക് റിസപ്റ്റേഴ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഹോർമോണുകൾ എല്ലാം തന്നെ കോശങ്ങളിലുള്ള അതിൻ്റെതായ റിസപ്റ്റർ കോംപ്ലക്സിൽ പോയിട്ട് മാത്രമേ പ്രവർത്തിക്കൂ. അതിനോട് മാത്രമേ ഇതിനെ ജോയിൻ ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണ് അവർ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ ഇവരുടെ ഫംഗ്ഷൻ ഇവർക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് അവർ ലക്ഷ്യകോശങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ഒരു പ്രത്യേക കോശങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓൾ ദി ബെസ്റ്റ്.